മൊഴികളിൽ തെളിയണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. മൊഴി കൊടുത്തത് നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റിന് മുൻപിൽ. യുവതിയുടെ പീഡന പരാതിയിൽ ബലാത്സംഗം, നിർബന്ധിത ഭ്രൂണഹത്യ, ദേഹോപദ്രവം തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ. ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും രാഹുൽ പീഡിപ്പിച്ചെന്ന യുവതിയുടെ മൊഴി. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. കൂട്ടത്തിൽ ഇല്ല, കാണാമറയത്ത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം. ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ. യുവതിയുമായുള്ളത് സൗഹൃദമെന്നും ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതെന്നും വിശദീകരണം. രാഹുലിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനും രേഖാമൂലം പരാതി നൽകി യുവതി. അറബിക്കടൽ ഇരമ്പി വന്നാലും രാഹുലിനെതിരെ എടുത്ത നിലപാടിൽ മാറ്റമില്ലെന്ന് വി ഡി സതീശൻ. വിസിയിൽ വൈകരുത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസി നിയമനത്തിൽ തീരുമാനം വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച് സുപ്രീം കോടതി. എത്രയും വേഗം തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശം. രേഖകൾ കിട്ടിയിട്ടില്ലെന്നും പാനൽ കൈമാറിയപ്പോൾ മുഖ്യമന്ത്രി മെറിറ്റ് അവഗണിച്ചുവെന്നും ഗവർണർ സുപ്രീം കോടതിയിൽ. ജസ്റ്റിസ് ദൂലിയ നൽകിയത് വെറും കടലാസ് കഷ്ണമല്ലെന്ന് സുപ്രീം കോടതി. അഴിമതിക്ക് സർക്കാർ അകമ്പടി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിന് തിരിച്ചടി. കോടതി അലക്ഷ്യം പരിശോധിച്ച് മറുപടി പറയാമെന്ന് അതൃപ്തിയോടെ ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ അഴിമതിക്ക് കുടപിടിക്കുകയാണോ എന്ന് കോടതി. സന്നിധാനത്തിന് സദ്യവട്ടം. ശബരിമലയിൽ ചൊവ്വാഴ്ച മുതൽ അന്നദാന സദ്യ വിളമ്പുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. കേരളത്തിന് പുറത്തുള്ള തീർത്ഥാടകർക്ക് സദ്യ അല്ലെങ്കിൽ മറ്റ് സംവിധാനം ഒരുക്കുമെന്നും വിശദീകരണം. തുടർച്ചയായ 5-ാം ദിവസവും ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക്.